ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സോനമാർഗിലോട്ട് പോവാണ്. കാശ്മീർ വന്നിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നാണ് നമ്മൾ മഞ്ഞ് കാണാൻ വേണ്ടി പോണത്. കാശ്മീർ പോണ പൈസയും കൊണ്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ പറ്റുന്നൊക്കെ പറയണത് ഭയങ്കര സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറേ എമൗണ്ട് നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു 12,000 റുപ്പീസിന് പെർ ഹെഡ് നമ്മുടെ ട്രാവൽ ഏജൻസി നമ്മൾ ബുക്ക് ചെയ്തു. പക്ഷേ ഓരോ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു പോയിന്റിലെത്താൻ വേണ്ടിയിട്ട് എക്സ്ട്രാ 2,000 3,000 നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ സോനമാർഗിലോട്ട് പോകുന്ന വഴി ഒരു 40 കിലോമീറ്റേഴ്സ് മുമ്പ് നമ്മുടെ ക്യാബ് അവിടെ വരെയാണ് കൊണ്ടുപോകുള്ളൂ. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ മഞ്ഞ് കാണാൻ പോകാൻ 0 ഡിഗ്രി അങ്ങോട്ടേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവിടുത്തെ ലോക്കൽ രജിസ്ട്രേഷൻ വണ്ടി മാത്രമാണ് അങ്ങോട്ടേക്ക് കടത്തിവിടുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ വരുന്ന വണ്ടി സ്വന്തം പ്രൈവറ്റ് ആയിട്ടുള്ള വണ്ടിയാണെങ്കിൽ കടത്തിവിടും. പക്ഷെ ടൂറിസ്റ്റായിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തുനിന്ന് വരുന്ന സമയത്ത് നമ്മളെ അകത്തോട്ട് കടത്തിവിടില്ല. പക്ഷേ ഇതിൽ ബൈക്കും കാര്യങ്ങളെല്ലാം കടത്തിവിടും. പക്ഷേ കാറ് അങ്ങനെയുള്ള വണ്ടികളെല്ലാം നമ്മൾ വേറെ സെപ്പറേറ്റ് അവിടെ നിന്നൊരു ക്യാബ് സർവീസ് എടുത്ത് അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് കുറച്ചെങ്കിലും പൈസ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് പറയുന്ന എമൗണ്ടിൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു എമൗണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യരുത്. ഇനി അങ്ങോട്ടേക്കുള്ള കുറച്ച് ഓഫ് റോഡ് പോലത്തെ വഴിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ ഡ്രൈവർ കാറിൻ്റെ എയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്. നമ്മളങ്ങനെ വേറൊരു കാറിൽ കയറിയിട്ട് ഇരിക്കുവാണ്. നമ്മൾക്ക് സെക്കൻഡ് കിട്ടിയിട്ടുള്ള ഡ്രൈവർ വന്നിട്ട് കാശ്മീരി ഭാഷ മാത്രമാണ് സംസാരിക്കുന്നത്. നമ്മുടെ നേരത്തെ ഡ്രൈവർ വന്നിട്ട് ഇംഗ്ലീഷും കൂടി കുറച്ചുകൂടി അറിയാമായിരുന്നു. കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു പുള്ളീൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു വഴി കൂടി പോണ സമയത്ത് ശരിക്കും പറഞ്ഞാൽ പേടിയാവും കേട്ടോ. കാരണം 2 വണ്ടി പോണ സമയത്ത് തൊട്ടടുത്ത് നല്ലൊരു ഭയങ്കര ആഴത്തിലാണ്. അതിൻ്റെ അടുത്ത് നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിയിൽ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ച് പേടിയാവണുണ്ടായിരുന്നു പോണ സമയത്ത്. അത് മാത്രമല്ല, ഈ പോണ സമയത്ത് കുറേ കൂട്ടങ്ങളായിട്ട് ആടുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും തണുപ്പും പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങോട്ടേക്കുള്ള യാത്ര. ഓരോ സ്ഥലത്ത് പോണ സമയത്തും നമ്മുടെ സന്തോഷം അറ്റ് ദ പീക്ക് എന്നൊക്കെ പറയില്ലേ, എനിക്ക് അങ്ങനെ ഒരു ഹാപ്പിനെസ് ആയിരുന്നു ഓരോ സ്ഥലത്തും ഓരോ കാഴ്ചകളും കാണുന്ന സമയത്ത്. കാശ്മീരിൽ ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് കുൽച്ച. നെക്സ്റ്റ് ടൈം നിങ്ങൾ കാശ്മീർ വരുമ്പോൾ ഇതെന്താണെങ്കിലും ട്രൈ ചെയ്യണം. ഇത് കോക്കനട്ടൊക്കെ വെച്ചിട്ടാണ്. കാണാനും കോക്കനട്ടൊക്കെ പോലെ ഉണ്ട്. ടേസ്റ്റും ഒരു ചൂയി കൺസിസ്റ്റൻസിയാണ്. അത്യാവശ്യം നല്ല മൈൽഡായിട്ടുള്ളൊരു മധുരവും കാര്യങ്ങളൊക്കെയാണ്. കൊള്ളാം. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റിൽ പറയണേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മഞ്ഞുമലയൊക്കെ കയറി ഭയങ്കര സന്തോഷത്തോടുകൂടി അന്നത്തെ ആ ഒരു ട്രിപ്പ് ഓൾമോസ്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് സിപ്പ് ലൈൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വഴിയരികിൽ ഷൂസ് റെൻറ്റിന് മേടിക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മളുടെ നോർമൽ ഷൂസ് വെച്ചിട്ട് ആ ഒരു മഞ്ഞുമല കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അത് മാത്രമല്ല, നമ്മുടെ ഗ്രിപ്പ് കാര്യങ്ങളൊന്നും നമ്മുടെ ഷൂസിലില്ലെങ്കിൽ നമ്മൾ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പോകുന്ന വഴി നമുക്ക് റെൻറ്റിന് ഷൂസൊക്കെ മേടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ അങ്ങോട്ടേക്ക് മഞ്ഞുമല കയറാൻ വേണ്ടിയിട്ട് പോകാൻ. ഇവിടെ വന്നപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ഈ ക്ലൈമറ്റും നമ്മുടെ പ്രകൃതിനെയൊക്കെ ഒട്ടും പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയൊരു ഹോട്ടലാണ്. അതിൻ്റെ സൈഡിൽ കൂടി ചെറിയൊരു അരുവി പോലെ ഒഴുകിക്കൊണ്ടിരുന്ന സംഭവം തിരിച്ചു വന്ന സമയത്ത് മഴയൊക്കെ പെയ്തിട്ട് വലിയൊരു പുഴ പോലെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോസിൽ പറഞ്ഞു, കാശ്മീർ സൺസെറ്റ് വന്നിട്ട് നല്ല ലേറ്റ് ആയിട്ടാണ്. 8 മണി എന്തോ സമയമായ സമയത്ത് നോക്കിക്ക് സൺസെറ്റ് ആവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ആ ബാക്കിൽ ആ ഒരു ഓറഞ്ച് കളർ ഇങ്ങനെ വന്നിട്ട് ആ വീടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് സിപ്പ് ലൈൻ ചെയ്യണമെന്ന്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ പേടിയായിരുന്നു. അവിടെ അത്രയും നേരം അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ ആ ഒരു പോയിന്റിൽ നിന്ന് താഴ്ത്ത് ആ ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ട സമയത്ത് എനിക്ക് പേടിയായി. പക്ഷെ അധികം തിങ്ക് ചെയ്യാനുള്ളൊരു ടൈം എനിക്ക് ആ ഒരു ഗൈഡ് തന്നില്ലായിരുന്നു. പിന്നെ ഞാനതങ്ങനെ ചെയ്തു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോവാണ്. ഇനി നെക്സ്റ്റ് ഡേ നമ്മൾ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.